വീണ്ടും സ്വാഗതം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു ചൂട് ഉണ്ടാക്കിയ ഇഷ്യൂസ്. സർ, എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം വിചാരിച്ചു ശബരിമല കൊള്ളയായിരിക്കും, പിന്നെ കരുതി ശബരിമലയിലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വെച്ച പിന്മാറ്റമായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനമായിരിക്കും, അതോ ബി ജെ പി CPM അല്ലെങ്കിൽ കോൺഗ്രസ് ഡീൽസ് ആണ് എന്ന് പല വിഷയങ്ങളും നമ്മൾ ആദ്യമൊക്കെ കരുതി. ഇപ്പോൾ ഇന്ന് 2 ദിവസം മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാൻ. എന്തൊക്കെയാണ് താങ്കളുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസ്? ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ മുഖ്യ വിഷയം പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ ഹിതപരിശോധനയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനുശേഷമുള്ള ഇതിലേക്ക് വരുന്ന മറ്റ് ഘടകങ്ങൾ, കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയത്തിലല്ല, വളരെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ വളരെ 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 സ്പെഷ്യൽ, അതായത് വളരെ പ്രത്യേക സന്ദർഭത്തിൽ ഒരു ഇഷ്യൂവിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഉണ്ട്. അതിന് ഒരു ഉദാഹരണം താങ്കൾക്കും അറിയുമായിരിക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റു പല കാരണങ്ങളും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആ അടിയന്തരാവസ്ഥയ്ക്കുള്ള ഹിതപരിശോധനയായിരുന്നു. 1,000 ലക്ഷം മറ്റു പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയായി എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. നസ്ബന്ദി ഉണ്ടായിരുന്നു, നിർബന്ധിത കുടുംബാസൂത്രണം ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുടെ വീട് പൊളിക്കൽ ഉണ്ടായിരുന്നു, ജനാധിപത്യത്തിന്റെ ധ്വംസനം ഉണ്ടായിരുന്നു, ആത്മാഭിമാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമുണ്ടായിരുന്നു. പക്ഷെ അതിലെ എല്ലാ അടിസ്ഥാനം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ജനങ്ങൾ വിലയിരുത്തലായിരുന്നു, അല്ലെ? അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഓഫേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലോക്സഭ ഇലക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഓഫേഴ്സ്, രാജീവ് ഗാന്ധി, VP സിംഗിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് പലതും ചർച്ച ചെയ്യും. അതിന്റെ കൂടെ മാധ്യമങ്ങളും പിന്നെ 2 തരത്തിലുണ്ട്. ഒരു കാര്യം, ഈ രാഷ്ട്രീയ നേതാക്കൾ ഒരു അജണ്ട പറയാനായി മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അവർ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്താൽ ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടുക എന്ന മട്ടിൽ അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. മണ്ടന്മാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെടുത്ത് ഇതാണ് ഒരു ഇറച്ചി എറിഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് ഞങ്ങൾക്ക്. അത് പ്രത്യേക താല്പര്യത്തോടു കൂടി തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിൽ അവരുടെ PR ഉപദേശകരും ഒക്കെ കൂടി അങ്ങനെ നിശ്ചയിച്ചിട്ട് അജണ്ട നിശ്ചയിക്കലാണ്. അതിൽ നമ്മൾ കടിച്ചു തൂങ്ങലാണ് വില കുറഞ്ഞ മാധ്യമ പ്രവർത്തനം. അല്ല, അവർക്ക് തരുന്ന അജണ്ടയ്ക്ക് പുറമെ നമ്മൾ സ്വയം കണ്ടെത്തി എന്താണ് അജണ്ട എന്ന് പറയലാണ് രണ്ടാമത്തെ ഒരു അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ സംസ്കാരവും. രണ്ടാമത്തതിൽ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിലുള്ള ഇഷ്യൂ വെറും അടുക്കളയാണ്. കേരളത്തിൽ അടുക്കളയാണ്. ഇത് പറയാനായിട്ട് ഒരു സതീശനോ, ദിവസവും ശോഭിക്കുന്ന സതീശനോ, അല്ലെങ്കിൽ പിണറായി ദിവസവും സമാധാനത്തോടു കൂടി പത്രസമ്മേളനം നടത്തുന്ന പിണറായിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാധ്യമ പ്രവർത്തകത്തെ ചോദിക്കണമെന്ന് പോലുമില്ല എന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ താങ്കളോട് ഒരിക്കൽ പറഞ്ഞു എന്നറിഞ്ഞോടെ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്ങല്ലൂരിലെ ഒരു ഹോട്ടലിൽ കയറി ഒരു 12 രൂപയുടെ ചായ ചോദിച്ചപ്പോൾ ചായ നിർത്തിയിട്ട് എന്നായി സാർ, വേണമെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് 60-80 രൂപയുടെ കഴിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ കൗശലക്കാരായ PR മാനേജ്മെന്റ്സും രാഷ്ട്രീയ കൺസൾട്ടൻസും അത് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്ന അജണ്ടയിൽ നമ്മൾ കുടുങ്ങരുത്. എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുക്കളയിൽ പോകണം, എനിക്ക് അവിടെ ചായ ഉണ്ടാക്കി കുടിക്കണം. ഗ്യാസിന്റെ കാര്യം എനിക്ക് അനിശ്ചിതമാണ്. എനിക്ക് തോന്നുന്നു 25 ദിവസം എന്ന് പറയുന്നൊന്നും ഒരിക്കലും എനിക്ക് അറിയില്ല. വിറക് മേടിക്കണം, അടുപ്പിന്റെ കാര്യമുണ്ട്. പുറത്തു പോയാൽ ചായക്കടകളെല്ലാം പൂട്ടിയിരിക്കുന്നു. ചെറിയ ഡൽഹിയിൽ ഇത് അറിയുന്നില്ല. ഇതെല്ലാം ഒന്നും കാണാത്ത പോലെ എന്തിനു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു. മദ്യം പോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, ഈ വോട്ടും അവർക്ക് ചായയും കാപ്പിയും കൃത്യമായി കൊടുക്കാൻ കഴിയട്ടെ, അതുപോലും പറയാതെ. അതാണ് ഇടതുപക്ഷത്തിന്റെ ഇതാണ് എന്നെ വലിയ ദുഃഖിക്കുന്നത്. ഇടതുപക്ഷം എവിടെയുണ്ടോ ജനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ പ്രശ്നം, വിലക്കയറ്റം യഥാർത്ഥത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്ന പ്രസ്ഥാനമാണ് ഞാൻ സ്നേഹിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം. അതും ഇതുപോലെ വളരെ വ്യക്തമായി ഈ വിലക്കയറ്റവും സാമ്രാജ്യത്വ സേവനവും ഫാസിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അടുക്കളയിൽ തീ പുകയാത്തത്?
അതിന്റെ ഉത്തരവാദി മോഡി. നമ്മുടെ സുഹൃത്തായ ഇറാനെ വഞ്ചിച്ച് ഈ സയണിസ്റ്റ് ടെലവീവുമായും അമേരിക്കയിലെ ട്രംപുമായി കൂട്ടുകൂടി കേരളത്തിലെ അടുക്കളകളിലെ തീ അണച്ച ഒരു ഫാസിസം. ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ പറയാൻ കഴിയുകയുള്ളൂ, കോൺഗ്രസ്സുകാർക്ക് അത് അറിയുക പോലുമില്ല. ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, യുദ്ധവും ഫാസിസവും വിലക്കയറ്റവും തമ്മിലുള്ള. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ കാരണം അത് ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് താങ്കൾ ശ്രദ്ധിച്ചറിയും. പണ്ട് ഈ ഇടതുപക്ഷം സദ്ദാം ഹുസൈനിന്റെ കാര്യം എത്രയെല്ലാം ഇവിടെ കേരളത്തിൽ പറഞ്ഞു ഇല്ലേ? പാലസ്റ്റീന്റെ കാര്യം കഴിഞ്ഞ തവണ എത്ര പറഞ്ഞു? ഇവിടെ ഇറാന്റെ കാര്യം എന്താ ആരും പറയാത്തത്? പറയാത്ത കാര്യം എന്താ സതീശൻ ചൂണ്ടിക്കാണിക്കാത്തത്? അപ്പൊ ഇവരുടെ ഈ കാപട്യം, ഈ ജനങ്ങളുടെ താല്പര്യങ്ങളിലോടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ഏറ്റവും വ്യത്യാസം CPM-നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, സ്വയം ഒരു വിപ്ലവ ബഹുജന പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടിക്ക് വിലക്കയറ്റം കേരളത്തിൽ പ്രശ്നമല്ല, യുദ്ധം പ്രശ്നമല്ല. പണ്ട് സദ്ദാം ഹുസൈന്റെ വലിയ പ്ലക്കാർഡുകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇല്ലേ? എന്തിനു മുസ്ലിം ലീഗ് പറയുന്നില്ല? അവർക്ക് പേടിയാണ്. മുസ്ലിം ലീഗിന് എന്തു പറഞ്ഞാൽ ഇനി ഇറാൻ എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ അവർ തീവ്രവാദികളാണെന്ന് പറയപ്പെടും. അതുകൊണ്ട് മുസ്ലിം ലീഗ് പറയാത്തതിൽ എനിക്ക് വലിയ സങ്കടമില്ല. കാരണം അവർ കുറെ കൂടി താങ്കൾ പറയുന്നത് BJP-യുടെ ഈ ഇത് മറക്കാനുള്ള അജണ്ട കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് താങ്കൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേരളത്തിലെ വളരെ നിർണായക തിരഞ്ഞെടുപ്പാണ്. ഞാൻ താങ്കളോട് തന്നെ പറഞ്ഞതാണ്, ഈ കള്ളക്കണക്കുകൾ മറക്കണം. 000 അക്കൗണ്ട് തുറപ്പിക്കില്ല എന്നല്ല, അക്കൗണ്ട് തുറക്കപ്പെടുകയാണ്. അക്കൗണ്ട് BJP തുറക്കും. എന്റെ ഒരു അല്ലെങ്കിൽ നമ്മള് ഈ ഒരു കാര്യം പറഞ്ഞ ഇനിയിപ്പോ ഈ ഇവിടുത്തെ എന്താ കേരളത്തിന് മാത്രമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ സൗജന്യം ചെയ്തു കൊടുക്കുകയാണ്. എന്താണ് പറയാത്തത്? സതീശനും പിണറായിയും ഇതേ ഒരേ ഇലക്ഷൻ തന്നെയല്ലേ ബംഗാളിൽ നടത്തുന്നത്, കേരളത്തിൽ നടത്തുന്നത്. ബംഗാളിൽ ഇത്ര തുറന്ന കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇലക്ഷൻ എന്തോ ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള മട്ടിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ജ്ഞാനേഷ് കുമാർ പണ്ട് കേരള കേഡറായതുകൊണ്ടോ? എന്തെല്ലാമാണ് ചെറിയാൻ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. കേരളത്തിലെ SIR, കേരളത്തെ നിയമത്ത് ചേർത്തിട്ടുള്ള 23,000 വോട്ടർമാർ പറയുന്നുണ്ട് സത്യം. 23,000 വോട്ടാണ് BJP RSS നിയമമണ്ഡലത്തിൽ ചേർത്തിരിക്കുന്നത് അവരുടെ അവസാന ദിവസം കഴിഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ വേണമെങ്കിൽ നിരവധി പറയാം. ഇതിപ്പോ നമ്മൾ കേൾക്കുന്നവർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ഒരു എരിവും പുളിയുമുള്ള വല്ല മാങ്കൂട്ടമോ അല്ലെങ്കിൽ വേറെ വല്ല എന്തൊക്കെ ആയിരിക്കും. അതൊന്നുമല്ല ഇവിടെ യഥാർത്ഥ പ്രശ്നം. പക്ഷെ ഇത് എനിക്ക് കൃത്യമാണ്. ഈ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്രിമം ഉണ്ടാവും. BJP-യെ അവർ നിരവധി സീറ്റുകളിൽ വിജയിപ്പിക്കും. ഞാൻ എന്റെ കണക്കിൽ കുറഞ്ഞത് 5 സീറ്റ് വരെ അവർ നേടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഈ രണ്ട് മുന്നണികൾക്കും ഇടയിലുള്ള വ്യത്യാസം കുറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രാമാണ്യമുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പതുക്കെ മാറ്റും. BJP സർക്കാർ ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അവർക്ക് 10 സീറ്റോ 12 സീറ്റ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ ഞങ്ങൾ വന്നു എന്ന വരവറിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ജനാധിപത്യ വിശ്വാസികൾക്കും മതനിരപേക്ഷകർക്കും. അതുകൊണ്ടാണ് ഞാനൊരു എളിമയായിട്ട് നമ്മളെ കൊണ്ടാവുന്നത് ഫാസിസം എന്ന വാക്ക് നിലനിർത്താം. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഫാസിസം മറക്കാൻ പറ്റില്ലല്ലോ. പിണറായിക്കും സതീശനും മറക്കാൻ പറ്റും, ഹിന്ദുത്വയും മറ്റും. ഈ ഡീൽ എന്നൊക്കെ പറഞ്ഞ് മലയാളിക്ക് അറിയുന്ന എളുപ്പവാക്ക്. പക്ഷെ യഥാർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിക്കൊണ്ട് കോടതികളെ സ്വാധീനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം? ഇവിടെ എന്താ സ്വർഗരാജ്യമാണോ മോഡി സാമ്രാജ്യത്തില്? എത്ര പണമാണ് BJP ഒടുക്കുന്നതെന്ന് അറിയാമോ? ഒരു വോട്ടിന് 5,000 രൂപ വരെ കൊടുത്ത കഥയുണ്ട്. ഞാൻ താങ്കളോട് പറഞ്ഞു, ഒരു നടിയും നടത്തുന്ന ഒരു ഗ്രാമീണ ഒരു കലാശാലയും ഒരു പശു ഒരു ക്ഷീര കർഷകയായിട്ടുള്ള അവരോട് ചോദിച്ചത് എന്ത് ഗ്രാൻഡാണ് വേണ്ടത് കേന്ദ്രത്തിൽ നിന്ന്? എന്ത് ഗ്രാൻഡ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനെയാണ് BJP RSS ആളുകളെ സ്വാധീനിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഇത്തവണ അവരുടെ ടോട്ടൽ വോട്ട് കുറഞ്ഞാലും നമുക്ക് 5-8 സീറ്റുകളിൽ നമ്മൾ പിടിക്കണമെന്ന് പറഞ്ഞ് അവര് ടോട്ടൽ വോട്ട് ഷെയർ മറന്നിരിക്കുകയാണ്. അത് എന്തോ ഒരു പണ്ഡിതനും കാണാത്ത. കാരണം അവരെല്ലാം കുറെയെല്ലാം 2020 കൊടുത്തു. തോൽക്കുന്ന സീറ്റെല്ലാം BDS, തോൽക്കുന്ന സീറ്റ് പറ്റുന്നില്ല, അവർ ജയിച്ചേക്കാവുന്ന സീറ്റ് പോലും കൊടുത്തു. അവർ ഏകീകൃതമായി കേന്ദ്രീകൃതമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്.
ഞാൻ കാട്ടാക്കടയിൽ അപകടമെന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. എന്നിട്ട് ഇപ്പോഴെന്താ പറയുന്നത്? ഇന്നലെ പ്രസ്താവന ഇമ്മിനിയോത്ത് 2 ദിവസമായിട്ട് കാട്ടാക്കടയിൽ സൂക്ഷിക്കണം. കൃഷ്ണദാസ് ഈ പറയുന്നത് ഗോപാലകൃഷ്ണന്റെ പോലെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞപ്പോൾ അതൊന്നുമല്ല കാട്ടാക്കടയിൽ. എനിക്ക് അവരെ BJP ജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആള്. അവർക്ക് സൂചി കുത്താൻ കേരളത്തിൽ ഇടാൻ കൊടുക്കരുതെന്ന് വർഷങ്ങളായി. അയോധ്യയിൽ ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചപ്പോൾ മുതൽ തെരുവിലിറങ്ങിയ ഒരു പ്രവർത്തനമാണ് ഞാൻ. അപ്പൊ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി അത് മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് BJPയുടെ കടന്നാക്രമണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. എല്ലാ സാഹചര്യങ്ങളും. ഞാൻ നമ്മൾ മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ പാലക്കാട്, തൃശ്ശൂര് ഈ പത്മജ എന്ന സ്ഥാനാർത്ഥി, ഞാൻ ഒരു കാര്യം പറയാം, താങ്കൾക്ക് അറിയുമോ? കരുണാകരന്റെ മകൾ എന്നുള്ള യാതൊരു പ്രതിച്ഛായയും ഇല്ലാത്ത, കരുണാകരന്റെ മകൾ എന്നുള്ള പേരിൽ ഒരു അധിക വോട്ടും കിട്ടാത്ത 2 തെരഞ്ഞെടുപ്പുകളിലും, ഒരു ലോക്സഭയിലും ഒരു അസംബ്ലിയിലും ഞാൻ കവർ ചെയ്ത തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ പരിഹാസത്തോട് കൂടി വോട്ട് ചെയ്ത് തോൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് പത്മജ. അറിയാമോ? നമ്പാടൻ മാഷോടും മറ്റുമൊക്കെ. എന്നിട്ട് ആ പത്മജയ്ക്ക് ഒരു വിജയസാധ്യത തൃശ്ശൂർ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികളും അതിന്റെ നേതാക്കളും അവരെന്താണ് മൗനം വഹിക്കുന്നത്? അതെ, ഇത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നതിൽ ഇടതുപക്ഷവും UDF-ഉം LDF-ഉം ഒരേപോലെ. അതെ, ഞാനതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ട്. എന്റെ ബുദ്ധി നിലനിൽക്കുന്നോളം ഇടതുപക്ഷ മൂല്യങ്ങളുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇനിയിപ്പോ ലോകത്ത് എവിടെയും ഇടതുപക്ഷം ഇല്ലെങ്കിലും നമ്മുടെ മൂല്യങ്ങൾ മാറില്ല. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് RSS BJPക്ക് ഇവിടെ വളരാനുള്ള സൗകര്യം ഈ 2 മുന്നണികളും കൂടി ഒരുക്കിയിരിക്കുകയാണ്. അതിനെ ആരെയും കുറ്റം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം രക്ഷപ്പെടാമെന്ന് ഈ പാർട്ടികൾ വിചാരിക്കേണ്ട. കാരണം എന്താണ് പിന്നെ പാലക്കാട് നടക്കുന്നത്? പിഷാരടി, പുറത്തു നിന്നുള്ള ഒരു പിഷാരടി ഒരു അമ്പലവാസി സമൂഹമായതുകൊണ്ടോ ഒരു സവർണ സമൂഹമായതുകൊണ്ടോ ഒരു രാഷ്ട്രീയ നേതാവാവില്ല. അദ്ദേഹം ജയിച്ചേക്കാം. ഞാൻ എന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പാലക്കാട്ടെ മുസ്ലിങ്ങൾ നമ്മുടെ NMR ബേക്കറിയിലെ റസാക്കിന് വോട്ട് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പിഷാരടിയെ തോൽപ്പിക്കില്ല എന്നാണ് ഞാൻ സംസാരിച്ചവരുടെ മനസ്സിലായത്. എന്തായാലും എത്ര രാഷ്ട്രീയ ജാഗ്രത കുറവാണ് കോൺഗ്രസ് കാണിച്ചത്. അപ്പോട്ടെ, അത് കഴിഞ്ഞ് CPM കാണിക്കുന്നതും AKGയും ശിവദാസ മേനോനും ഒക്കെ മത്സരിച്ച സ്ഥലത്ത് എനിക്ക് റസാക്കിന് ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്ന് ഇന്നലെ ചായ കുടിച്ചു. ഒരു യോഗത്തിന് പോയിട്ട് തൊട്ട് മുമ്പിലായിരുന്നു റസാക്കിന്റെ NMR ബിരിയാണി. നല്ല മനുഷ്യനാണ് റാവുത്തർ, നല്ല ഒരു ടിപ്പിക്കൽ ശുദ്ധനായ പാലക്കാട്ടുകാരൻ. അദ്ദേഹം ആർക്കും വിളമ്പും. സുരേഷ് ഗോപിക്കും ബിരിയാണി വിളമ്പും, പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കും വിളമ്പും, പിണറായിക്കും വിളമ്പും. പക്ഷെ അതിന്റെ ഒന്നും അല്ല കാര്യം. നിങ്ങൾ തോൽക്കുകയാണെങ്കിലും അവിടെ ഒരു രാഷ്ട്രീയ മത്സരം വേണമെന്ന് എന്തുകൊണ്ട് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് തോന്നുന്നില്ല? അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഡീല് വേണം. അവിടെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനത 2 പാർട്ടിയെയും അഭിനന്ദിച്ചേനെ. ഞങ്ങളുടെ പാലക്കാട് ഡീൽ നിന്നെ ജയിപ്പിക്കില്ല. ഞങ്ങൾ ഇന്നലെ ഞാനൊക്കെ കുറെ ദിവസമായി എല്ലായിടത്തും പറയുന്ന എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബാധകമല്ല? കാരണം സാർ, ഇവർ 2 പേരും കൊണ്ടു നടക്കുന്ന ഒരുതരം പൊള്ളയായ കുടിപ്പക, കേരളത്തിൽ മാത്രമുള്ള ഒരു കുടിപ്പകയല്ലേ ഇതിന് കാരണം? കുടിപ്പകയാണ്. അതെ, BJP ജയിച്ചാലും UDF അധികാരത്തിൽ വരരുത്. BJP ജയിച്ചാലും പിണറായി വിജയൻ 3ാം വട് വരരുത്. ഇത് ശരി, അതിന് കാരണമുണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് ആ കാരണമൊന്നുമില്ല. ജനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സമാധാനമായി ഇവിടെ ജീവിക്കണം. മലപ്പുറത്ത് ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനെ കെട്ടഴിച്ച് വിടാൻ പറ്റില്ല ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട്. ഇന്ന് മുസ്ലിങ്ങളുടെ കാര്യം എന്താ ആരും പറയാത്ത? കേരളത്തിൽ 28% വരുന്നവര് അവർ അപമാനത്തിൽ ജീവിക്കണമെന്ന്. എന്തായാലും ഇതുവരെയായിട്ടും സതീശനും ഈ പറയുന്ന കൂട്ടം രമേശ് ചെന്നിത്തലയും എല്ലാവരെയും പോയി കാണുന്ന ആളുകളാണല്ലോ. ഈ പറയുന്ന അവരെന്തുകൊണ്ടാണ് ശരി, പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു, CPM അതിന്റെ നയം അതാണെന്ന്. എന്തുകൊണ്ട് UDF പറയുന്നില്ല? അപ്പൊ ഇവർക്ക് ഇതാണ് ഇവരുടെ രാഷ്ട്രീയം വാപ്പക്കെട്ടക്കരമാം വിധം ഫാസിസത്തെ സഹായിക്കുന്നതാണ്. അത് അവർ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇനി CPM ഇത് ജയിക്കുകയാണെന്ന് വെക്കുക, 3ാം പിണറായി സർക്കാർ വരികയാണെന്ന് പറയും, അവർ BJPയോട് കൂടുതൽ അടുക്കുകയല്ലേ ഉള്ളൂ. കാരണം ഞങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നു ജനങ്ങൾ.
ഞങ്ങൾ മുസ്ലിം പ്രീണനത്തിനെതിരായി ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കള്ളക്കളി ഒളിച്ച് അവരെ ജനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ തകർത്ത് ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നിരിക്കുന്നു എന്നല്ലേ പറയുക ഗോവിന്ദ മാഷ്? അല്ല, അതാണ് അവിടെയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തി താങ്കൾ പറഞ്ഞ പോലെ ദേശീയമായി BJP-യെ സഹായിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ കേരളത്തിന്റെ ഭാവിക്കും നല്ലതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് അല്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞാനൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. ഇപ്പോൾ ആരാണ് പിന്നെ അമ്പലക്കൊള്ള പറയുന്നത്? BJP പറയുന്നില്ല, ശ്രദ്ധിച്ചില്ലേ? BJP മോഡി വന്നിട്ട് തിരുവല്ലയിൽ വന്ന അയ്യപ്പന്റെ അടുത്ത്, പമ്പാവാസന്റെ അടുത്ത് ചെന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം കൈ പൊക്കിയത് ഏക സ്ഥാനാർത്ഥി RSSന്റെ സ്വന്തം അനൂപ് ആന്റണി തിരുവല്ലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചെറിയാൻ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് താങ്കൾ വഴി പറയുക, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനമന്ത്രി മോഡി ഇതുപോലെ ഒരു വ്യക്തിയായിട്ടുള്ള കാൻഡിഡേറ്റിനെ കൈ പൊക്കി തന്റെ മാനസപുത്രനാണ് ഇവര്, നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അതാരാണ് ആ ചെയ്ത ആള്? അനൂപ് ആന്റണി. RSSന്റെ ശ്രീ ദോവലിന്റെ ഇന്ത്യ എന്ന വിവേകാനന്ദ ഫൗണ്ടേഷന് വേണ്ടി ക്രിസ്ത്യൻ മേഖലകളിൽ പോയി RSS പ്രചരണം നടത്തുന്ന ദോവലിന്റെ മാനസപുത്രൻ, ഇന്ത്യൻ സെക്യൂരിറ്റി, അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മോഡി 5 കൊല്ലമായി എന്റെ കാതും കണ്ണുമാണ് ഈ അനൂപ് ആന്റണി. കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളും ഈ മതനിരപേക്ഷ പാർട്ടികളും വായ തുറന്നോ ചെറിയ എന്ന് നമുക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ തെക്കുവടക്കിലെ ദേശീയ രാഷ്ട്രീയം എന്താണ്, അതിന്റെ ചലനങ്ങൾ എന്താണ്, അതിന്റെ ടെൻഡക്കിൾസ് എങ്ങനെ കേരളത്തിൽ എത്തുന്നു എന്ന് ഇത് നിങ്ങൾ ഈ മോഡിയുടെ ഏറ്റവും ഒടുവിലെ തിരുവല്ല പ്രസംഗം കേട്ടാൽ മതി RSSന്റെ അജണ്ട എന്താണെന്ന്. എന്നിട്ടും വാ തുറക്കുന്നില്ലല്ലോ പിണറായി. അല്ല, അത് മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ ബോധം നമ്മുടെ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അതാണ് പറയുന്നത്. അതും രാജ്യം വലിയ അപകടത്തിലേക്ക്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വീണ്ടും എന്താണ് നടക്കാൻ പോകുന്നത്? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇലക്ഷൻ ഉള്ളപ്പോൾ തന്നെയാണ് അവർ FCRAയെ കുറിച്ച് പള്ളികൾക്ക് കിട്ടുന്ന കുർബാന പൈസ മുഴുവൻ കളഞ്ഞത്, അല്ലെ? എത്ര ലജ്ജാകരമാണ്. ഈ കേരളത്തിലെ UDF-ഉം മെത്രാന്മാരും അച്ഛന്മാരും പല വിഭാഗങ്ങളും ഇനി കുർബാനക്കാശ് അമേരിക്കയിൽ നിന്ന് വരണ്ട എന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പറയുകയാണ് മോഡി. എന്നിട്ട് അനൂപ് ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് തിരുവല്ലയിൽ. ഇത്ര മണ്ടന്മാരാക്കി കേരളത്തിലെ പൊതുസമൂഹത്തെ കളിയാക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം. എന്നിട്ട് മിണ്ടാതെ. അവിടെയാണ് സർ എനിക്ക് തോന്നുന്നത് നമ്മളുടെ സംഭാഷണം പ്രസക്തമാകുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രയും വേഗം മലയാളി രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ ഇത് തിരിച്ചറിയും. കാരണം ഇതില് നടക്കുന്ന കള്ളക്കളി, ഈ 2 മുന്നണികൾ തമ്മിൽ നടക്കുന്ന കള്ളക്കളി, അതെങ്ങനെ നിശബ്ദതയുടെ ഗൂഢാലോചന, അതാണ് കേരളത്തിൽ. അതാണ് നമ്മളുടെ പ്രത്യാശയും ആശയും. അങ്ങനെ നടക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം.